ലിസമോള് വന്നോ? എല്ലാ വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ. ജിന്നേട്ടൻ പറഞ്ഞ ലൈറ്റ് ഇല്ലാത്ത എല്ലാ വീട്ടിൽ നിന്ന് എല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട്. നീ പൈസ മോഷ്ടിക്കാൻ തുടങ്ങിയോ? പിന്നെ ആകെ കിട്ടിയ 5-6 ഉണക്ക കിണ്ടിയും 2 ബക്കറ്റോ. പിന്നെ ഒരു വീട്ടിൽ പോയപ്പോ അവിടെ കഞ്ഞി മാത്രമല്ല, ഞാൻ കഞ്ഞി എടുത്താൽ വേണ്ടി ആ പാത്രം കൊണ്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ആർക്കും എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല. കഞ്ഞി എനിക്ക് കൊണ്ട് തന്നാ പോരായിരുന്നോ? നീ എന്തിനാ ഉണക്ക കഞ്ഞിയൊക്കെ കുടിക്കുന്നത്? നിനക്ക് വേണ്ടിട്ട് ഒരു ഫുൾ ചക്ക പ്ലാവിക്ക് ഒരു അടത്ത് കൊണ്ട് വന്നേക്കുന്നത്. ചക്കക്കാരൊക്കെ പിന്നെ പറയാ, വീട്ടുകാരൊക്കെ ലൈറ്റ് അണയ്ക്കുന്നതിന് മുന്നേ നമുക്ക് കേറാം. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, ലോകം മൊത്തം ആഘോഷമാണ്. പാനിൽ കാശും പിരിച്ച് പാട്ടും പാടി ഡാൻസും കളിച്ച് വന്നേക്കുന്നു ഞങ്ങൾ. ഞാൻ എന്റെ രാജകുമാരിയെ കണ്ടെത്തി. എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. എന്താണ് 10-14 വയസ്സല്ലേ? കുമ്മാളി ഒന്ന് നിർത്തിക്കൂടെ? ഒരു വെടിക്ക് 2 പക്ഷി. ഈ വെളുപ്പാങ്കാലത്താണോ കരോളും കൊണ്ടൊക്കെ വരുന്നേ? 2-3 ദിവസം മുമ്പ് ഇറങ്ങിയതാ, ഇപ്പഴാ ഇവിടെ എത്തിയത്. ഇവന്മാർ തള്ളുന്ന അങ്ങനെ മോശമാന്നേ. ഞങ്ങളത് കൊല്ലത്തുന്ന. അല്ല, നീയൊക്കെ ഏത് പള്ളിന്നാ? ഞങ്ങള് കായംകുളം യൂണ്ടോ പള്ളിന്ന്. ഇങ്ങനെ പ്രാന്ത. ഞങ്ങൾ ശരിക്കും കൊല്ലം സെബാസ്റ്റ്യൻ ചർച്ചിന്ന്. എന്തായാലും ഇത്ര ദൂരം എല്ലാരും എന്തെങ്കിലും കഴിച്ചിട്ട് പോയത്. ആദ്യമായിട്ട് ഇങ്ങോട്ട് ആരെങ്കിലും ഫുഡ് അല്ലാതെ നീ അത് മാത്രം തിന്നു തീർക്കുന്നോണ്ടല്ല. അല്ല ചിന്നേട്ട വാടിക്കൊരു കൊടുക്കുവാണെങ്കിലോ. പുറത്ത് നല്ല തണുപ്പല്ലേ, അകത്ത് കയറി ഇരിക്കൂ. പറഞ്ഞു കേട്ടില്ലേ, അകത്ത് കയറുവാ. സ്വന്തം വീട് പോലെ കരുതിയാ മതി. എന്റെ വീട് സ്വന്തം വീട് പോലെ കരുതാൻ നീ ആരാടാ? എനിക്ക് തന്നെ അറിയത്തില്ലല്ലോ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പം എന്നാ നമ്മുടെ കല്യാണം? ഈ ശബ്ദം എവിടോ കേട്ടിട്ടുണ്ടല്ലോ. അതിനെന്താടി ചക്കരേ? ഞാൻ പറയത്തില്ലത്, എനിക്ക് തന്നെയാണുള്ളത്. തോരുന്നു എന്റെ കൂടെ എന്റെ കൊട്ടാരത്തിലേക്ക്. എന്റെ ഭാര്യയായി, എന്റെ കുട്ടികളുടെ അമ്മയായി, എന്റെ കൊച്ചുമക്കളുടെ അമ്മൂമ്മയായി എന്നും എന്റെ കൂടെ ജീവിക്കാൻ. ഈ ചോറ് സംസാരം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്താ നോക്കുന്നത് ബേബിക? എടാ നീയല്ല ജിമിനല്ലേ? ഷോ, ഇവർക്ക് ഇങ്ങനെ ജിമിനെ അറിയാൻ? ജിന്നേട്ടാ ജിമിൻ ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നി. ഇവന്റെ ഒരു ബഡ്ജറ്റ് വെച്ച് നമുക്കൊരു 10,000 രൂപ അടിച്ചെടുക്കാം. അപ്പൊ ചേച്ചിയും പച്ചക്കാരായ സ്ഥിതിക്ക് ഞാൻ പള്ളുപണിക്ക് നല്ലൊരു തുക പ്രതീക്ഷിക്കുന്നു. എടാ അച്ഛേ, അടുക്കള 10,000 ഇങ്ങ് എടുത്തേക്ക്. അടുക്കളയിൽ തുക ലിസ, നോട്ട് ദ പോയിന്റ്. ഇവിടുന്ന് പോകാൻ പ്ലാൻസ് ഒന്നുമില്ലേ? ഉടനെ പോവേണ്ട വരും. അമ്മ 10,000 കൂടുതലല്ലേ? 5,000 പോരെ? ആ, ഇപ്പോഴത്തെ 5,000 മതി. അടുത്ത വരുമ്പോ 10,000 അല്ല, ഞാൻ 10,000 ആണേലും വാങ്ങിക്കും. ആരാ തന്നെ ഞാൻ എന്റെ ഡാളിങ്ങിനെ പൈസക്ക് വേണ്ടിയാ സ്നേഹിച്ചതെന്ന്? അല്ല, ഈ 10,000 വെച്ചോ. ഓ, ജസ്റ്റ് മിസ്. കർത്താവ് ഒലക്ക. നിങ്ങൾ ഇപ്പോഴാണോ എത്തിയേ? 10,000 എന്ന് കേട്ടപ്പോഴേ അവൻ മുങ്ങി. എന്റെ കൂടെ ടേട്ടനെ വെച്ച് പിടിച്ചാണ്. അങ്ങനെ കാട്ടിലോട്ട് അങ്ങോട്ട് കേറിപ്പോയി. ആ ഒലക്ക പോയോ? പണ്ടാലും ചൊറയണത്തെ എടുത്ത് താടിയും വെച്ചു. ഓ, ദോണ്ട വരുന്ന ചിമ്പാൻസി. നീ എവിടെ പോയി കളക്കുവായിരുന്നടാ? അത് ഞാൻ വാഴ കൊള്ളാമെന്ന് നോക്കാൻ പോയതാ. ആ പിന്നെ യൂങ്കിച്ചെന്തേ? പറഞ്ഞോലോ ഉറക്കം തൂങ്ങി എന്തി. അമ്മ ഇതിനെ ഇവിടെ കൊണ്ടുതരാൻ പറഞ്ഞു. ഒരു ഫ്രീ സോഫയും കിട്ടി. ആ, അതാണ് വെച്ചിട്ട് വെക്കോ. അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊന്നും വേണ്ട. അതാണ്ട് സോഫയും കൊണ്ടുപോകുന്നു. വാ ചിന്നേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് 2-3 ദിവസമായി. അത് തന്നെ ചിന്നേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ഓൾറെഡി എന്റെ 3-day വർക്ക് പെൻഡിങ് ആണ്. ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഇവിടെ ലീവ് എടുത്ത് വന്നത്. നീ എന്തായാലും വാഴ നോക്കൊണ്ട് നിന്നല്ലേ, ആ ഒരു വാഴ എടുത്ത് ഈ വണ്ടി വെക്ക്. ജൂണേട്ട ഓൾറെഡി വണ്ടിയിലല്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടു. ചെറിയ വാഴ എടുത്ത് വണ്ടി വെക്ക്. ജിമിനെ വണ്ടി കയറാടാ. ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ പല്ലെല്ലാം താഴെ പോയാലോ. ഇരിക്കുന്നോ? എന്നാ പിന്നെ നീ എടുത്തോക്കടി. ഇങ്ങനെ എന്നോട് മാത്രം ഇങ്ങനെ ചൂടാകത്തുള്ളൂ. വാഴ നോക്കി പോയിടുന്നു. നമ്മള് വെറുതെ ആ വീട്ടിൽ പോയി ഒരു ചില്ലി പൈസ പോലും കിട്ടിയില്ല. അതാണ് നല്ല കാശുള്ള വീട്ടുകാരായിരുന്നു. എല്ലാത്തിനും ഈ ജിമിനെ പറഞ്ഞ മതിയല്ലോ. അതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ഞാൻ ഭാവി കെട്ടാൻ പോകുന്ന പെങ്കൊച്ച. അവക്കാണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര നാണക്കാരിയാ. ഇവന്റെ തലയുടെ മണ്ടക്കൂടെ ഓലക്ക ജസ്റ്റ് മിസ്സിനാ മറന്നു പോയത്. നിക്കേ, അപ്പൊ നീ ഉദ്ദേശിച്ച അമ്മയാണോ അതോ മോളെയാണോ? അല്ല, രണ്ടുപേരും കൊള്ളാം.
എന്നാൽ അമ്മയോടാണ് കൂടുതൽ താല്പര്യം. പുള്ളിക്കാർക്ക് തന്നെ അറിയായിരുന്നല്ലോ, അതെങ്ങനെ? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ കുക്കി. ജിമിനേട്ട എല്ലാ രാത്രിയും ജിമിനേട്ടന്റെ ഗേൾ ഫ്രണ്ട്സിനെ വിളിച്ച് ഞങ്ങളുടെ ഉറക്കം കെടുത്തു. അതിനകത്ത് ഏറ്റവും ഒലിപ്പിക്കുന്ന ഈ ആന്റി എടുത്ത. ആന്റി ഒന്ന് വിളിക്കരുത്, 48 വയസ്സായിട്ടുള്ളു, ചേച്ചിന്ന് വിളിച്ചാൽ മതി. ആ ഒലക്ക നിനക്ക് കൊള്ളണ്ടായിരുന്നു. നീ ചേച്ചിന്ന് ഉദ്ദേശിച്ചത് ആ 24 വയസ്സുള്ള ചെറുക്കന്റെ തള്ളയാണോ? ആ ഉണ്ടച്ചേട്ടന്റെ അമ്മച്ചിയാണോ? പിന്നുള്ളല്ലോ ജിന്നേട്ട ഒരു വലിയ ഇടലൂടെ ജിന്നേട്ടന്റെ കടിച്ചപ്പാടിന്റെ ഇടയ്ക്ക് ചിക്കൻ കറി മതി ജിന്നേട്ട. ആ ഇഡലിക്ക് ഗർഭം ഉണ്ടായിരുന്നു തോന്നുന്നു. ചിക്കൻ കറിയാണല്ലോ തന്ത. എന്തോന്ന് ആ ഉണ്ടച്ചേട്ടൻ എന്തൊക്കെ തിന്നുവാനൊക്കെ എന്നെ പോലെ. ഉണ്ടച്ചേട്ടനല്ല റോണേട്ടൻ, പിന്നെ അങ്ങനെ നിന്നെ പോലൊന്നുമല്ല. ജിന്നേട്ടാ വണ്ടി ഒന്ന് നിർത്തി. ആ നിൽക്കുന്ന യുമോച്ചനല്ലേ? കർത്താവേ കുരിശ്. ഈ ലോഹപിശാസ് എന്താ റോഡിന്റെ നടുക്ക് നിൽക്കുന്നത്? ഞാൻ നിർത്താന്ന് പോകുന്നില്ല. ഓ എന്നാത്തിനാ? എന്താണ് ജിന്നേട്ടാ ഒന്ന് വണ്ടി നിർത്തിയെന്ന് വെച്ചെന്താ? വാഴയും പിടിച്ചോണ്ട് മിണ്ടാ എന്നാ മതി. പൊന്നു ചിന്നേട്ടാ, എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന്. ഓ എന്നാ പിന്നെ പോയി അങ്ങ് സംസാരിക്കേ. നീ പോലും വാഴകൾ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കൂടുതൽ ചിരിക്കണ്ട ചിന്നേട്ടാ, കരയേണ്ട വരും. എന്തായാലും പള്ളിപ്പണിയൊക്കെ നടക്കുന്നതല്ലേ അച്ഛാ, ഇത് വെച്ചേക്ക്. എന്തായാലും നന്നായി, കാശിന് ഇച്ചിരി കുറവായിട്ടിരിക്കുവായിരുന്നു. എന്റെ മൊത്തം പൈസ ചൂണ വാഴയ്ക്ക് എടുത്ത് കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോ മര്യാദക്ക് വാഴ കളച്ചന്നോണ് ഈ പൈസക്ക് മൊത്തം. ഞാൻ ചിന്നേട്ടനോട് അപ്പോഴേ പറഞ്ഞല്ലേ കൂടുതൽ ചിരിക്കണ്ട, കരയേണ്ട വരുമെന്ന്. ഇനി അത് എന്റെ കുറ്റമാണോടാ. 3 ദിവസമാണെങ്കിൽ ഉള്ള പണിയെല്ലാം കളഞ്ഞിട്ട് ഉള്ള ജില്ല മുഴുവൻ തെണ്ടി ഉണ്ടാക്കിയ പൈസ അവന് ഒന്ന് ചേർത്ത് ഒരു അച്ഛന്റെ ഉണ്ടാക്കി കയറ്റി കൊടുത്ത്. ഞാൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഞാൻ മാത്രമാണല്ലോ തിന്നുന്നത്. ജിന്നേട്ടന്റെ വണ്ടിയല്ലേ, നിർത്ത് ജിന്നേട്ടാ, നിർത്ത്. ഏയ് അത് നമ്മുടെ ഫിലിക്സ് ഒക്കെ അല്ലേ, വണ്ടി നിർത്തി ജിന്നേട്ടാ. അയ്യോ പൈസ വാങ്ങിക്കാനായിരിക്കും. ഉൾക്കൂട്ടിലെ പുൽപ്പായയിൽ ഒട്ടാസു പൂക്കുത്തി കമ്പിത്തിരി